ഭാഗവത മഹാത്മ്യം. 17 പുരാണങ്ങളും ഭാരതം എന്ന ഇതിഹാസവും മറ്റും നിർമ്മിച്ചിട്ടും മനഃശാന്തി കിട്ടാതെ 18ാമത്തെ ശ്രീമദ് ഭാഗവതം കൂടി എഴുതി തീർത്തപ്പോഴാണ് വ്യാസഭഗവാന് പൂർണ്ണശാന്തി ലഭ്യമായത്. അതുവരെ ഉണ്ടാവാത്ത സമാധാനം ഭക്തികാവ്യമായ ഭാഗവതത്തിൽ നിന്ന് കിട്ടിയത് തന്നെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിന് തെളിവാണ്. അതുകൊണ്ട് മനഃശാന്തിയും മോക്ഷവും ആഗ്രഹിക്കുന്നവർ ശ്രീമദ് ഭാഗവതം പഠിക്കുകയോ ശ്രവിക്കുകയോ വേണമെന്ന് പ്രത്യേകം പറയട്ടെ. ഭാഗവതം ശുഗമഹർഷിയുടെ മുഖത്തിൽ നിന്നാണ് ഒഴുകിയിട്ടുള്ളത്. ശ്രീവ്യാസൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ ശുഗമഹർഷിക്ക് ഉപദേശിച്ചുവെന്നും ശുഗമഹർഷി മരണസമീപത്തെത്തി എന്നറിഞ്ഞ ശ്രീ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തുവെന്നുമാണ് പറയപ്പെടുന്നത്. വ്യാസപുത്രനാണെങ്കിലും ശ്രീശുഗൻ അച്ഛനെ കവച്ചു വയ്ക്കുന്ന ഭക്തി ജ്ഞാന വൈരാഗ്യരത്നമാണ്. ഭാഗവതം ശ്രീശുഗമുഖത്തിൽ നിന്ന് ഒഴുകിയ കഥാമൃതമായിട്ടാണ് വിസ്തരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യമായി ഗുരുദേവൻ്റെ അനുഗ്രഹത്തിനായി വ്യാസഭഗവാനെ നമസ്കരിക്കുന്നതോടൊപ്പം ശ്രീശുഖബ്രഹ്മത്തെയും നമസ്കരിച്ച് അനുഗ്രഹം നേടേണ്ടതാണ്. അവരിരുവരുടെയും അനുഗ്രഹാശിസ്സുകൾ നേടാം. ശുഖപരീക്ഷിത്ത് സംവാദമായിട്ടാണ് ഭാഗവതം വെളിച്ചം കണ്ടതെങ്കിലും പിന്നീട് ശൗനക സൂത സംവാദമായിട്ടാണ് അതിനെ ആവർത്തിച്ചിരിക്കുന്നത്. ഒരു ദിവസം പുണ്യസ്ഥലമായ നൈമിശാരണ്യത്തിൽ ഭാഗവത കഥാപ്രേമികളുടെ സഭയിൽ ശൗനകൻ എന്ന ബ്രാഹ്മണ ഭക്തൻ കഥ പറയൽ തൊഴിലാക്കി വച്ചിരിക്കുന്ന സൂതനോട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. കർണങ്ങൾക്ക് ആനന്ദം തരുന്ന ഭഗവത് കഥകൾ, ഭക്തിജ്ഞാന വൈരാഗ്യാഭിവൃദ്ധി വരാനുള്ള മാർഗം, മായം നിമിത്തമുണ്ടാകുന്ന അവിവേകങ്ങൾ ഇല്ലാതാക്കാനുള്ള വഴികൾ, കലിബാധ കാരണം ക്ലേശിക്കുന്ന ജീവന്മാർക്ക് മോചനോപായം, ശ്രീകൃഷ്ണ ഭഗവാനെ അറിയാനുള്ള മാർഗം, ഇവ എന്തെന്ന് പറഞ്ഞാലും അദ്ദേഹത്തെ ഗുരുവാക്കി സ്വീകരിച്ച് നമസ്കാരാദികൾ നൽകുകയും ചെയ്തു. അറിവ് തരുന്നത് ആരായാലും അവരെ ഗുരുവായി സ്വീകരിക്കണമെന്ന തത്വം വെളിപ്പെടുത്തി സൂതൻ എന്നാൽ പിതാവ് ബ്രാഹ്മണനും മാതാവ് ഇതര ജാതിക്കാരിയുമാണ് എന്ന് താല്പര്യം. സാധാരണ നിലയിൽ ഉയർന്ന ജാതിയല്ലല്ലോ. എങ്കിലും അദ്ദേഹത്തെ ഗുരുവായി വരിച്ച് ബ്രാഹ്മണർ നമസ്കരിച്ചതിനാൽ ജാതി പ്രശ്നമേ അല്ലെന്ന് മനസ്സിലാക്കണം. സൂതൻ പറഞ്ഞു, സംസാര ഭയനാശനത്തിനുള്ള ഭഗവത് കഥാമൃതമാണ് ഈ ചോദ്യങ്ങൾക്ക് ഒരേ ഒരു ഉത്തരം. അത് ഞാൻ തരാം. അത് ശ്രദ്ധാപൂർവം ശ്രവിക്കുക. അത് ശ്രീമദ് ഭാഗവത ലീലകൾ തന്നെ. കലിയുഗത്തിൽ ജനങ്ങൾക്ക് കാലസ്വരൂപനായ സർപ്പത്തിൻ്റെ മുഖത്തിൽ പ്രവേശിക്കേണ്ടി വരുമ്പോഴുള്ള ദുഃഖത്തെ നശിപ്പിക്കാൻ ശ്രീശുഖ മഹർഷി കീർത്തിക്കപ്പെട്ടതാണ്. പൂർവ്വജന്മത്തിൽ പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഇത് ശ്രവിക്കാൻ സാധിക്കുകയുള്ളൂ. ജന്മാന്തരേ കൃതം പുണ്യം എന്നാണ് പ്രമാണം. ഭാഗവതത്തേക്കാൾ ഹൃദയശുദ്ധികരമായ അമൃതം മറ്റൊന്നില്ലെന്ന് കാണിപ്പാൻ ഒരു സംഭവം പറയാം. ശ്രീശുഖൻ കഥ പറയാൻ ഉന്നത സ്ഥാനത്തിൽ സദസ്സിനെ അഭിമുഖീകരിച്ചിരിക്കുമ്പോൾ അവിടെ ദേവന്മാർ അമൃതവും കൊണ്ടുവന്നു. പരീക്ഷിത്ത് രാജാവിന് ഉപദേശിക്കാൻ തീർച്ചയാക്കിയ ഭഗവത് കഥാമൃതം അവർക്ക് കൊടുക്കണമെന്നും പകരം പരീക്ഷത്തിന് അവരുടെ ദേവാമൃതം കൊടുക്കാമെന്നും പറഞ്ഞു. പരീക്ഷത്തിന് സർപ്പഭീതിയാൽ മരണാസന്നമായതുകൊണ്ട് അതിൽ നിന്ന് രക്ഷയ്ക്കായി ദേവാമൃതം കൊടുക്കുമെന്ന് പറഞ്ഞു. മഹർഷി ഇത് സമ്മതിച്ചില്ല. കഥാമൃതാസ്വാദനം ഭഗവത്പാദം എത്തിക്കും. ദേവാമൃതം കൊണ്ട് അത് സാധ്യമല്ല. എന്ന് മാത്രമല്ല, സ്വർഗലോകം സുഖം കിട്ടുമെങ്കിലും ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി, ഭൂലോകത്തിൽ വീണ്ടും വന്ന് സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരും. കൂടാതെ മദ്യപാനം, അപ്സര സ്ത്രീ സംഭോഗം മുതലായവയിൽ ദേവന്മാർ തൽപരരായതുകൊണ്ട് അവർ ഭാഗവത കഥാമൃത ആസ്വാദനത്തിന് അർഹരുമല്ല എന്ന് പറഞ്ഞു. ഇതറിഞ്ഞ് ബ്രഹ്മാവ് ആശ്ചര്യപ്പെട്ടു. ആസന്ന മരണങ്ങൾക്ക് ഹേതുക്കളായ ഇടി, മിന്നൽ, തല്ല്, വെട്ട്, പാമ്പുകടി, മൃഗബാധ, കെട്ടിടം വീഴൽ ഈ വകകളാൽ മൃതരായവർക്ക് സൽഗതിയില്ലെന്ന് ശാസ്ത്രം പറയുന്നു. അങ്ങനെയിരിക്കെ തക്ഷക വിഷബാധയേറ്റ പരീക്ഷത്തിന് എങ്ങനെ മോക്ഷം കിട്ടി? അതറിയുവാൻ ബ്രഹ്മാവ് മോക്ഷസാധനങ്ങളായ 6 ശാസ്ത്രങ്ങളെയും അവയുടെ അംഗങ്ങളെയും ത്രാസിൻ്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ പരീക്ഷിത്ത് ശ്രവിച്ച ഭാഗവതവും ഇട്ട് തൂക്കി നോക്കി. അപ്പോൾ ഭാഗവത തട്ടിനാണ് ഘനം അധികമുള്ളതായി കണ്ടത്. അങ്ങനെ ഭാഗവതം പഠിക്കുകയോ ശ്രവിക്കുകയോ ചെയ്താൽ ഈ ജന്മത്തിൽ തന്നെ വൈകുണ്ഠപ്രാപ്തി ആവാമെന്ന് ബ്രഹ്മാവ് കണ്ടു. ഭാഗവതത്തിന് 12 സ്കന്ധങ്ങളാണുള്ളത്. ഈ 12 സ്കന്ധങ്ങളും ഭാഗവതത്തിൻ്റെ ഓരോ അവയവമാണ്. പാദം പ്രഥമവും, മുട്ട് ദ്വിതീയവും, തുടകൾ തൃതീയവും, കടിഭാഗം ചതുർത്ഥവും, നാഭി പഞ്ചമവും, ഹൃദയം ഷഷ്ടമവും, മാർവിടം സപ്തമവും, കണ്ഠം അഷ്ടമവും, തോളുകൾ നവമവും, മുഖം ദശമവും, ചെവി, കണ്ണ്, മൂക്ക് ഏകാദശവും, ശിരസ് ദ്വാദശവും ആണ്. ബ്രഹ്മാവിൻ്റെ മാനസ സൃഷ്ടികളാണ് സനകാദി മുനിമാരും നാരദരും. ശ്രീമദ് ഭാഗവതം ബ്രഹ്മാവ് തന്നെ നേരിട്ട് നാരദർക്ക് ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും സനകാദികളാണ് സപ്താഹശ്രവണ സമ്പ്രദായം മനസ്സിലാക്കി കൊടുത്തത്. ഇത് കേട്ടപ്പോൾ നാരദരെപ്പറ്റി ശൗനകനൊരു സംശയം. നാരദർ ഒരിക്കലും ഒരു ഭാഗത്ത് സ്ഥിരമായി ഇരിക്കാത്ത ആളാണല്ലോ. പിന്നെ എങ്ങനെയാണ് സപ്താഹ സമ്പ്രദായം പറഞ്ഞു കൊടുത്തത്? 7 ദിവസം തുടർച്ചയായി
ഒരു ദിക്കിൽ തന്നെ ഇരിക്കാനുള്ള സന്ദർഭമുണ്ടായിരുന്നു. ഒരു ദിവസം സനകാദികൾ സനൽ, സനന്ദൻ, സനകൻ, സനൽകുമാർ മറ്റ് ഋഷിമാരോടൊപ്പം സത്സംഗത്തിന് ബദരിയാശ്രമം ചെന്നിരുന്നു. അവിടെ നാരദരുമുണ്ടായിരുന്നു. നാരദരെ കണ്ടപ്പോൾ സനകാദികൾ നാരദരുടെ മുഖത്ത് ഒരു വല്ലായ്മയുടെ ലക്ഷണം കണ്ട് കാരണം ആരാഞ്ഞു. അപ്പോൾ നാരദർ പറഞ്ഞു, 3 ലോകങ്ങളിലും വെച്ച് ഉത്തമം ഭൂലോകമാണെന്ന് കരുതി അവിടെ വന്ന് പുഷ്കരം, പ്രയാഗ, കാശി, ഗോദാവരി, കാവേരി, ശ്രീരംഗം, രാമേശ്വരം മുതലായ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു. അവിടെ എവിടെയും ശാന്തി കണ്ടില്ല. കലിയുടെ പ്രവേശനം കൊണ്ട് സത്യം, തപസ്, ശൗചം, ദയാദാനം എന്നിവ ഇല്ലാതെയായിരിക്കുന്നു. ജനങ്ങൾക്ക് ഉദരപൂരണം, സ്ത്രീ സംഭോഗം, അനീശ്വര ചിന്ത ഇവകളിൽ കൂടുതൽ പ്രിയം കണ്ടു. ശക്തന്മാർ അശക്തന്മാരെ ദ്രോഹിക്കുന്നു. ഗൃഹധർമ്മം നടത്തുന്നവരിൽ ഉപേക്ഷ, പ്രാണിഹിംസ, ധനാശ, ഭാര്യാഭർത്തൃ കലഹം, വ്യഭിചാരം, ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങൾ ഇവകളിൽ ശ്രദ്ധക്കുറവ് ഇതെല്ലാം കണ്ടു. ഞാൻ യമുനാതീരത്തിൽ ചെന്നു. അവിടെ ഒരു ആശ്ചര്യ സംഭവം കണ്ടു. യൗവനയുക്തയായ ഒരു സ്ത്രീയും അവളുടെ ഇരുഭാഗത്തും വൃദ്ധരായ 2 പേരും. ഇവരുടെ ചൈതന്യം അറ്റ് കഷ്ടിച്ച് ശ്വാസോച്ഛ്വാസം മാത്രമുണ്ട്. അടുത്തിരുന്ന് പലരും ആശ്വസിപ്പിക്കുന്നു. ആ യുവതി എന്നെ കണ്ട ഉടനെ എഴുന്നേറ്റ് സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, അങ്ങയുടെ ദർശനം എനിക്ക് മനസ്സുഖം തരുന്നു. അങ്ങയുടെ കുറേ നേരം ഇരിക്കണം. അപ്പോൾ ഞാൻ അവളുടെ വൃത്താന്തം എന്തെന്ന് ചോദിച്ചു. ഭക്തി എന്നാണ് എൻ്റെ പേർ. ഇവർ എൻ്റെ പുത്രന്മാരാണ്. ജ്ഞാനം, വൈരാഗ്യം എന്നാണ് അവരുടെ നാമങ്ങൾ. കാലവിശേഷണത്താൽ ഇവർക്ക് ചൈതന്യമറ്റിയിരിക്കുന്നു. ഈ സ്ത്രീകൾ എന്നെ സേവിപ്പാൻ വന്ന ഗംഗ, ഗോദാവരി, സരസ്വതി മുതലായ നദികളാണ്. ഞാൻ ദ്രാവിഡത്തിൽ ജനിച്ച് കർണാടകത്തിൽ വളർന്നു. ഗുജ്ജരത്തിൽ ജീർണയായി. അവിടെ കലിബാധ അധികം. പാഖണ്ഡന്മാർ എൻ്റെ അവയവങ്ങളെ മുറിച്ചു. ഞങ്ങൾ ബലഹീനരായി. ഞങ്ങൾ വൃന്ദാവനത്തിൽ ചെല്ലുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ എനിക്ക് യുവത്വം വന്നു, സൗന്ദര്യവും. പക്ഷേ എൻ്റെ മക്കൾക്ക് വലിയ ഗുണം കിട്ടിയിട്ടില്ല. ഞാൻ വൃദ്ധയും എൻ്റെ മക്കൾ ചെറുപ്പക്കാരുമാവുന്നതിന് പകരം നേരെ മറിച്ചാണ് കണ്ടത്. ഇതിന് കാരണം എന്താണ്? നാരദർ പറഞ്ഞു, ഇപ്പോൾ കലികാലമാണ്. ജനങ്ങൾക്ക് വിഷയങ്ങളിലാണ് ആശ. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇവകളിൽ താല്പര്യമില്ല. വൃന്ദാവനം ഭഗവത് ലീലാകേന്ദ്രമായതുകൊണ്ട് നിങ്ങൾക്ക് യുവത്വം കിട്ടി. അവിടെ ഭക്തി നൃത്തം ചെയ്യുന്നുണ്ട്. സ്വർഗത്തേക്കാൾ ബ്രഹ്മാവിൻ്റെ സത്യലോകവും അതേക്കാൾ വൈകുണ്ഠവും അതിനേക്കാൾ വൃന്ദാവനവും ശ്രേഷ്ഠമത്രേ. എന്നാൽ അവിടെയും ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് രക്ഷയില്ല. അപ്പോൾ ഭക്തി ചോദിച്ചു, പരീക്ഷിത്ത് രാജാവ് ധർമ്മപ്രകാരം രാജ്യം ഭരിച്ചിരുന്നല്ലോ. അദ്ദേഹം എന്തുകൊണ്ട് അധർമ്മത്തിൻ്റെ മൂർത്തിയായ കലിയെ നിഗ്രഹിച്ചില്ല? നാരദൻ പറഞ്ഞു, പരീക്ഷിത്ത് ഒരു ദിവസം ദിഗ്വിജയത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കലിയെ കണ്ടുമുട്ടി. സംഹരിപ്പാനായി ഒരുങ്ങി. കലി കാൽ പിടിച്ച് ശരണം പ്രാപിച്ചു. വണ്ട് പൂവിൽ നിന്ന് മധുരെടുക്കുന്ന പോലെ സാരാംശം ഗ്രഹിക്കുന്ന രാജാവ് ആ ഗുണം കലിക്കുമുണ്ടെന്നറിഞ്ഞു. എന്തെന്ന് വെച്ചാൽ മറ്റ് യുഗങ്ങളിൽ തപസ്, സ്വാധ്യായം, സമാധി ഇവ കൊണ്ട് ലഭിക്കുന്ന ഗുണം കലികാലത്ത് ഹരിനാമകീർത്തനം കൊണ്ട് കിട്ടും എന്ന് കണ്ടു. കഷ്ടം കൂടാതെ പരമഫലം ലഭ്യമാകുമെന്നറിഞ്ഞപ്പോൾ മറ്റു ദുർഗുണങ്ങൾ നിസ്സാരമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് കലിയെ ഹനിച്ചില്ല. നാരദൻ വീണ്ടും പറഞ്ഞു, ബാലെ, നീ വ്യഥ ദുഃഖിക്കേണ്ട. ശ്രീകൃഷ്ണ ചരണാംഭോഗം സ്മരിക്കുക. കഴിഞ്ഞ 3 യുഗങ്ങളിൽ യോഗജ്ഞ തപസ്സുകളിൽ കൂടി കഷ്ടപ്പെട്ട് നേടുന്ന മുക്തിപദം കലിയിൽ എളുപ്പത്തിൽ ഭക്തി കൊണ്ട് നേടാം. അതുകൊണ്ട് നിന്നെ ഭഗവാന്റെ വല്ലഭയായിട്ട് നിശ്ചയിച്ചു. അപ്പോൾ നീ ചോദിച്ചു, ഞാൻ എന്താണ് വേണ്ടതെന്ന്. ഭഗവാൻ നിന്നോട് സസ്നേഹം പറഞ്ഞു, നീ എൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലിരുന്ന് അവരെ പുഷ്ടിപ്പെടുത്തുക എന്ന്. ആ കൽപ്പന നീ സ്വീകരിച്ചു. നിനക്ക് ദാസിയായി മുക്തിയായും ഈ 2 പേരെ പുത്രന്മാരായും തന്നു. നീ വൈകുണ്ഠത്തിൽ നിൻ്റെ ശരിയായ സ്വരൂപത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ കാണുന്ന നിൻ്റെ ഈ സ്വരൂപം അതിൻ്റെ പ്രതിബിംബം മാത്രമാണ്. കലി പറന്നപ്പോൾ പാഖണ്ഡ മതപ്രചാരത്താൽ മുക്തിക്ക് ക്ഷീണം തട്ടി. അവൾ വൈകുണ്ഠത്തേക്ക് തിരിച്ചുപോയി. നീ ആവശ്യപ്പെടുമ്പോൾ അവൾ ഇവിടെ വന്നു പോകും. നീ ഏതായാലും ഭയപ്പെടേണ്ട. കലികാല പീഠകൾ കൊണ്ടാണ് നിൻ്റെ മക്കൾ വൃദ്ധരെ മാതിരി ഇരിക്കുന്നത്. അത് ഞാൻ ശരിയാക്കി തരാം. എത്ര ദോഷമുണ്ടെങ്കിലും കലിയുഗത്തിന് ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. ഞാൻ നിന്നെ വീടുതോറും വെച്ച് പുലർത്തി ആദരിപ്പിക്കാം. ജനങ്ങൾക്ക് ഭഗവത് സ്മരണ വരുമ്പോൾ ആനന്ദമുണ്ടാകും. അതിൻ്റെ ലക്ഷണമായി രോമാഞ്ചം, കണ്ണിൽ വെള്ളം, ഹൃദയം ദ്രവിക്കൽ, വാക്കുകൾ ഇടറൽ എന്നീ ഭാവങ്ങളുണ്ടാകും. അങ്ങനെ ഭഗവാനിൽ പ്രേമം വർദ്ധിച്ചാൽ യമൻ അടുത്തു വരില്ല. ഭൂതപ്രേത പിശാചുകൾ ദൂരെ ഓടിപ്പോകും. നിന്നെ ദ്രോഹിച്ചാൽ ഭഗവാൻ അവരെ ശിക്ഷിക്കുകയും ചെയ്യും. അംബരീഷനെ ദ്രോഹിച്ച ദുവാസസ്, പ്രഹ്ലാദനെ ദ്രോഹിച്ച ഹിരണ്യൻ, വിഭീഷണനെ അപമാനിച്ച രാവണൻ ഇവർ ഭഗവാന്റെ ശിക്ഷ അനുഭവിച്ചവരാണ്. ഭക്തി ഇത് കേട്ടപ്പോൾ ഉത്സാഹഭരിതയായി. അവൾ പറഞ്ഞു, അങ്ങയ്ക്ക് എന്നിൽ വളരെ ദയയുണ്ട്. ഞാൻ അങ്ങയിലിരിക്കാം. എൻ്റെ മക്കൾക്കും ഒരു വഴി കാണിച്ചു തരണം. നാരദൻ ഭക്തിയിൽ പ്രസന്നയായി. അവരുടെ പുത്രന്മാരെ കൈകൊണ്ട് തലോടി. കാതിൽ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഗീത മുതലായവ ഉച്ചരിച്ചു. നിർജീവമായ പോലെ കിടന്നവർ വീണ്ടും ആലസ്യത്തിൽപ്പെട്ടു.
അപ്പോൾ നാരദർ വിഷമിച്ചു. ഇവരെ ആലസ്യത്തിൽ നിന്ന് വിമുക്തരാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അന്നേരം ഒരു അശരീരി കേട്ടു. നാരദരെ, വ്യസനിക്കേണ്ട, പരിഹാരം സൽക്കർമ്മമാണ്. അത് എങ്ങനെ വേണമെന്ന് സാധുക്കൾ ഉപദേശിക്കാമെന്ന്. അശരീരി നിഷ്ഫലമായില്ല. സാധുക്കൾ ആരാണ്? സൽക്കർമ്മം എന്താണ്? ഇതറിയാൻ ഭ്രമം തോന്നി. അദ്ദേഹം യമുനാ തീരത്തിൽ അവരെ വിട്ടു ആ സാധുക്കളെ തേടി തീർത്ഥയാത്രയ്ക്ക് പോയി. ബദരീവനത്തിലെത്തി. അവിടെ തപസ്സിന് ഉദ്യമിച്ചപ്പോൾ സനകാദി മുനികളെത്തി. അവരോട് ഈ വർത്തമാനം പറഞ്ഞപ്പോൾ വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാം പറഞ്ഞു തരാമെന്ന് അവർ പറഞ്ഞു. സൽക്കർമ്മ സൂചകമായ യജ്ഞം ശ്രീമൽ ഭാഗവത കഥാലാപം ശുകമഹർഷി ഗാനം ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ ശ്രവണം കൊണ്ട് ഭക്തിജ്ഞാന വൈരാഗ്യം ഉണ്ടാവും. അപ്പോൾ നാരദർക്കൊരു സംശയം. വേദഭാഗങ്ങളും വേദാന്തങ്ങളും ശ്രീകൃഷ്ണമുഖത്തിൽ നിന്ന് നിർഗളിതമായ ഗീതയും കാതിൽ വേണ്ടുവോളം ഉച്ചരിച്ചിട്ടും കാര്യമായ ഉണർവുണ്ടാവാത്ത സാഹചര്യത്തിൽ അവയിൽ നിന്ന് ഉത്ഭവിച്ച ഭാഗവതം കേട്ടിട്ട് എന്താണ് ഉണ്ടാവുക? അതിന് മറുപടിയായി കുമാരന്മാർ പറഞ്ഞു, അത് മാവും മാമ്പഴവും പോലെയാണ്. മാവിന് മധുരമില്ലല്ലോ. അതിൽ നിന്നുണ്ടായ പഴത്തിനോ? അതുപോലെയാണ് ഭാഗവതം. എല്ലാറ്റിൻ്റെയും സാരാംശമാണ്. അങ്ങ് തന്നെ ശ്രീ വ്യാസർക്ക് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചിട്ടില്ലേ? പിന്നെ എന്താണ് ഇത്ര സംശയം? നാരദർ സംതൃപ്തനായി നിർദ്ദേശപ്രകാരം ചെയ്യാമെന്ന് പറഞ്ഞു. ഈ വിശേഷ ജ്ഞാനയജ്ഞം എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കണം? അതിനു പറ്റിയ സ്ഥലം, കാലം ഏത്? ഇതെല്ലാം പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിച്ചു. മുനിമാർ പറഞ്ഞു, വടക്ക് ഹരിദ്വാരത്തിനടുത്ത് ഋഷിമാർ സമ്മേളിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടം പരിശുദ്ധമാണ്. സമഭാവവും ശത്രുത, വിദ്വേഷം ഇവ ഇല്ലാത്തതുമായ ഭൂമിയാണത്. അവിടെ ആവാം. നാരദൻ മുനിമാരോടൊന്നിച്ച് ഹരിദ്വാരത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ പ്രബലന്മാരായ പല ഋഷികളും വ്യാസർ, ശുകൻ, ഗൗതമൻ മുതലായവരും വന്നിരുന്നു. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ ഇവയുടെ അധിഷ്ഠാന ദേവതകളും സന്നിഹിതരായിരുന്നു. ഇതുപോലെ 17 പുരാണങ്ങളും 6 ശാസ്ത്രങ്ങളും. ഈ ശാസ്ത്രങ്ങളുടെ നിർമ്മാതാക്കൾ ഗൗതമൻ, കണാരൻ, കപിലൻ, പതഞ്ജലി, വ്യാസൻ, ജമിനി എന്നിവരും ലോകഗുരുവായ ഭൃഗുമഹർഷി, മഹാനദികൾ, മഹാക്ഷേത്രങ്ങൾ, ദേവഗന്ധർവ യക്ഷരക്ഷസുകൾ, മറ്റു ചില മഹാജനങ്ങൾ ഇവരും ഉണ്ടായിരുന്നു. ഇവിടെ വന്നവരെല്ലാം നാരദ സനകാദികളെ വന്ദിച്ചു. സനകാദികൾ ഭാഗവത മഹാത്മ്യോപദേശം തുടങ്ങി. ഭാഗവത കഥ എല്ലാ ദിവസവും സേവിക്കണം. കാലസമയ പരിധിയില്ല. സത്തുക്കൾക്ക് നിരന്തര ശ്രവണയോഗ്യമായത് ഭാഗവത കഥ ഒന്ന് മാത്രമാണ്. പ്രസിദ്ധനായ ഹരി പ്രസാദിച്ചാൽ പ്രതിബദ്ധമായ വിഷയചിന്തകൾ ഓടിപ്പോകും. 18,000 ശ്ലോകം, 12 സ്കന്ധങ്ങളായിട്ടാണ് ഭാഗവതം. കഥാപ്രസംഗം നടക്കുന്ന ഗൃഹം പുണ്യതീർത്ഥസ്ഥലമായി മാറും. ആ ഗൃഹസ്ഥൻ്റെ സകല പാപങ്ങളും അതോടെ ഇല്ലാതാവും. 1000 അശ്വമേധവും 100 വാജപേയ യാഗങ്ങളും ഭാഗവതം കഥയുടെ മേൽ ഒരംശം കൂടി മാഹാത്മ്യം അർഹിക്കുന്നില്ല. ഓങ്കാരം, ഗായത്രി, 3 വേദങ്ങൾ, ഭാഗവതം, ദ്വാദശാക്ഷരമന്ത്രം, സൂര്യഭഗവാൻ, കാമധേനു, ദ്വാദശി, തുളസി, ശ്രീനാരായണമൂർത്തി എന്നിവർ എല്ലാം ഒരുപോലെയാണ്. എല്ലാ ദിവസവും ഭാഗവത പാരായണം, ഹരിസ്വരൂപമനനം, തുളസി ശുശ്രൂഷ, പശു സംരക്ഷണം ഇവ സൽക്കർമ്മങ്ങളാണ്. ഭാഗവത ശ്രവണം ചെയ്യാത്തവർ വന്ധ്യന്മാരല്ല, നിർഭാഗ്യവാന്മാരാണ്, ജീവൻ മൃതരാണ്. സത്യഭാഷണം, സ്ത്രീ സംസർഗ വർജനം എന്നീ വ്രതത്തോടെ നിത്യവും ഭാഗവതം ശ്രവിക്കണം. ചിങ്ങം, കുംഭം ഈ മാസങ്ങളിൽ സമ്പൂർണ്ണ ഭാഗവതം കേൾക്കുന്നത് വിശേഷമാണ്. ഉദ്ധവരുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂലോകവാസം വെടിഞ്ഞു പോകുമ്പോൾ ജനങ്ങളുടെ നന്മയ്ക്കായി അവിടുത്തെ തേജസ് ഭാഗവത ഗ്രന്ഥത്തിൽ സ്ഥാപിച്ചു പോയത്രേ. അതുകൊണ്ട് ഭാഗവതം ഭഗവത് സ്വരൂപമാണ്. ഇങ്ങനെ ഭാഗവത മാഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആശ്ചര്യമുണ്ടായി. ചൈതന്യമറ്റിരുന്ന ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി ഭക്തി ആ സഭയിൽ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്നുറക്കെ പാടിക്കൊണ്ട് ക്ഷീണവിമുക്തരായി എഴുന്നള്ളി. ഭക്തി പറഞ്ഞു, കലിദോഷത്താൽ ഞങ്ങൾ ക്ഷീണിതരായി, പക്ഷേ ഭഗവത് നാമശ്രവണത്താൽ ഞങ്ങൾ പുഷ്ടിപ്പെട്ടു. ഞങ്ങൾ എവിടെയാണ് വസിക്കേണ്ടതെന്ന് ചോദിച്ചു. സനകാദികൾ അവരോട് ഹരിദാസന്മാരുടെ ഹൃദയത്തിൽ സസന്തോഷം താമസിക്കാൻ ഉപദേശിച്ചു. ഭക്തി വിഷ്ണുഭക്തന്മാരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചപ്പോൾ ഭഗവാന് വൈകുണ്ഠത്തേക്കാൾ ഭൂലോകത്തിലെ ഭക്തഹൃദയങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു അത്രേ. അപ്പോൾ ഭഗവാനും ഈ ഹൃദയങ്ങളിൽ സ്ഥിരവാസം തുടങ്ങി. അതുകണ്ട് വൈകുണ്ഠവാസികളായ ഉദ്ധവാദി വിഷ്ണുഭക്തന്മാരും ഇങ്ങോട്ട് വന്നു. സഭയിലപ്പോൾ ജയ ജയ ശബ്ദവും ഭക്തിരസപുഷ്ടിയും ഉയർന്നു. അപ്പോൾ നാരദർ പറഞ്ഞു, ഭാഗവത മഹാത്മ്യം തന്നെ ഇതെല്ലാം ഞാൻ കണ്ടറിയുന്നു. അതിനും തുല്യം മറ്റൊന്നുമില്ല. വിശേഷവിധിയായി ദിവസം പ്രതി ഭാഗവത പഠനം നടത്താൻ കഴിയാത്തവർക്ക് 7 ദിവസം കൊണ്ട് വായിക്കാനും ശ്രവിക്കാനുമുള്ള ഒരു പദ്ധതിയുണ്ട്. അത് നിത്യപാരായണം പോലെ ഫലപ്രദമാണ്. എന്നു മാത്രമല്ല അതീവ ശ്രദ്ധയോടെ ശ്രവിച്ചാൽ കൂടുതൽ ഫലപ്രദവുമാണ്. സനകാദികൾ പറഞ്ഞു. അതിനു പ്രമാണമായി ഒരു കഥ പറയാം. ദക്ഷിണദേശത്തിൽ തുംഗഭദ്ര നദീതീരത്തുള്ള ഒരു ഗ്രാമത്തിൽ
ശുഭാചാര ശ്രദ്ധനായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ആത്മവാൻ എന്ന അദ്ദേഹത്തിന് പേർ. അദ്ദേഹം ദരിദ്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ദുന്ദുലി സുന്ദരിയും ഉത്കൃഷ്ടകുലത്തിൽ ജനിച്ചവളുമായിരുന്നു. അവർക്ക് സന്താനമില്ല. ഈ ബ്രാഹ്മണന് അതുകൊണ്ട് വളരെ ക്ലേശമായി. ഗൃഹസ്ഥന് സന്താനമില്ലെങ്കിൽ പിതൃകടം വീട്ടാൻ സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചു ദുഃഖിച്ചു. അദ്ദേഹം വീട് വിട്ട് മനഃശാന്തിക്കായി കാട്ടിലേക്ക് പോയി. അവിടെയുള്ളൊരു തടാകത്തിൻ്റെ സമീപം ജലപാനത്തിന് പോയി. ജലം കുടിച്ച് വിശ്രമിച്ചിരിക്കുമ്പോൾ ഒരു സന്യാസി എതിർച്ഛയാ എത്തി. ഇദ്ദേഹം സന്യാസിയെ ചെന്ന് നമസ്കരിച്ചു. സന്യാസി ഇദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ട് ദുഃഖത്തിന് കാരണം ആരാഞ്ഞു. കാരണം മനസ്സിലായപ്പോൾ സന്യാസിക്ക് ദയവ് തോന്നി ഇദ്ദേഹത്തിൻ്റെ ശിരോലേഖനം വായിച്ചു. സന്യാസി പറഞ്ഞു, അങ്ങയ്ക്ക് പുത്രഭാഗ്യമില്ല, വ്യസനിച്ചിട്ട് കാര്യമില്ല. കുടുംബം ദുഃഖഹേതുകമാണ്. സന്യാസം സ്വീകരിക്കുക. ജ്ഞാനം സ്വീകരിക്കത്തക്ക പക്വതയാവാത്ത ബ്രാഹ്മണന് അത് സ്വീകാര്യമല്ല. അദ്ദേഹം പറഞ്ഞു, ബ്രഹ്മൻ, അങ്ങ് വിചാരിച്ചാൽ എനിക്ക് സന്താനമുണ്ടാകും. വിധിയെ അതിക്രമിച്ചും അങ്ങ് യോഗബലത്താൽ എനിക്ക് സന്താന ലബ്ധിക്ക് സംഗതി വരുത്തണം. ബ്രാഹ്മണൻ അപ്പോൾ ഒരു മാമ്പഴം ജപിച്ചു കൊടുത്തു. ഇത് ഭാര്യ കഴിക്കണം. പ്രാണികാരുണ്യം, ദാനം, ഒരു നേര ഭക്ഷണവ്രതം ഇവ ഒരു കൊല്ലക്കാലം അനുഷ്ഠിക്കണം. എന്നാൽ പുത്രനുണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അദ്ദേഹം പോയി. ബ്രാഹ്മണൻ സന്തോഷത്തോടെ വീട്ടിൽ ചെന്ന് മാമ്പഴം പത്നി വശം ഏൽപ്പിച്ചു. പത്നിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ പഴം തിന്നാൽ ഗർഭിണിയാകും, വയർ വീർക്കും, എൻ്റെ സൗന്ദര്യം നശിക്കും, ശക്തി കുറയും, പുരുഷന്മാർ എന്നെ ജാള്യതയോടെ നോക്കും, 10 മാസം പേറി നടക്കണം, പ്രസവ ദുഃഖം വേറെ, പ്രസവത്തിൽ മരിച്ചെന്നും വരാം, പിന്നെ കുട്ടിയെ വളരെ ദുഃഖമനുഭവിച്ച് വളർത്തിയെടുക്കുകയും വേണം. ഇതൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? സഖിമാരോട് ചോദിച്ചു. ശരിക്ക് അവരിൽ നിന്ന് സമാധാനം കിട്ടിയില്ല. അപ്പോൾ ഗർഭിണിയായ തൻ്റെ അനുജത്തി എത്തി. അവളായിട്ട് ആലോചിച്ചു. അവളൊരു ഉപായം പറഞ്ഞു. ഞാൻ പ്രസവിക്കുന്ന കുട്ടിയെ നിനക്ക് തരാം. എൻ്റെ ഭർത്താവിന് സ്വല്പം പൈസ കൊടുത്താൽ മതി. ആ കുട്ടി നീ പ്രസവിച്ചതാണെന്ന് പറഞ്ഞുകൊള്ളുക. എൻ്റെ കുട്ടി മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞുകൊള്ളാം. നിത്യം വന്ന് കുട്ടിക്ക് ഞാൻ പാൽ കൊടുക്കാം. നിൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ വേണ്ട പോലെ അഭിനയിച്ചുകൊള്ളൂ. ഈ പഴത്തിനെ പശു തിന്നട്ടെ. ഈ ഉപായം ദുന്ദുലിക്ക് സ്വീകാര്യമായി. അനുജത്തിയുടെ കുട്ടിയെ പ്രസവിച്ച ഉടനെ കൊണ്ടുവന്ന് കൊടുത്തു. അതൊരാൺകുട്ടി. ബ്രാഹ്മണൻ തനിക്ക് അഭീഷ്ട സന്താനം ലഭിച്ചു എന്ന് വിചാരിച്ചു. പുത്രജനനം ആഘോഷമായി കൊണ്ടാടി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പശുവും പ്രസവിച്ചു. അതൊരു മനുഷ്യക്കുട്ടി, ആൺ തന്നെ. ചെവി മാത്രം പശുവിൻ്റേതുപോലെ. ഈ കുട്ടിയെയും ബ്രാഹ്മണൻ വളർത്തി. പശുച്ചെവി ഉള്ളതുകൊണ്ട് ഗോകർണൻ എന്നും മറ്റവന് ധുന്ധുകാരി എന്നും പേരിട്ടു. രണ്ടുപേരും ബ്രാഹ്മണ ഗൃഹത്തിൽ നന്നായി വളർന്നു. ധുന്ധുകാരി ദുഷ്ടനും അഹങ്കാരിയും സ്നാനശൗചാദികളില്ലാത്തവനും ഈശ്വരവിശ്വാസമില്ലാത്തവനുമായിരുന്നു. ഗോകർണൻ നേരെ മറിച്ചു. ധുന്ധുകാരി യുവത്വത്തിൽ പ്രവേശിച്ചപ്പോൾ വേശ്യാസംഗമം, മദ്യപാനം, മാതാപിതാക്കന്മാരെ ദ്രോഹിക്കൽ, കവർച്ച, കളവ് ഇവ സധൈര്യം നടത്തൽ ദിനവൃത്തിയായി സ്വീകരിച്ചു. ആത്മദേവൻ ഇവൻ്റെ ദുർവൃത്തികൾ കണ്ട് സങ്കടപ്പെട്ടു. സന്താനമില്ലാതെ ഇരിക്കുകയായിരുന്നു നല്ലത് എന്ന് തോന്നി വ്യസനിച്ചു. കുപുത്രോ ദുഃഖദായക. ഞാൻ എന്തു ചെയ്യും? എവിടെ പോകും? ആത്മഹത്യ ചെയ്താലോ എന്നെല്ലാം ആലോചിച്ചു. അപ്പോൾ ജ്ഞാനിയായ ഗോകർണൻ ആശ്വസിപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് വാനപ്രസ്ഥം സ്വീകരിക്കാൻ ഉപദേശിച്ചു. അവൻ പറഞ്ഞു, സംസാര ചക്രഭ്രമം ആശ്ചര്യമാണ്. യോനിയിൽ കൂടി ജനിച്ച് യോനിയിൽ തന്നെ രമിക്കുന്നു. മുല കുടിച്ച് വളർന്ന് മുലകളിൽ തന്നെ രതിസുഖം കാണുന്നു. മാതാവിനെ സ്ത്രീരൂപത്തിൽ കണ്ടിട്ടും ആ സ്ത്രീരൂപത്തിനെ തന്നെ രത്യാസ്പദമാക്കുന്നു. അച്ഛൻ പുത്രനായി അടുത്ത ജന്മത്തിൽ വരുന്നു. അതുപോലെ ഭാര്യ മാതാവായും. ആരുടെ പുത്രൻ? ഈ ധനം ആരുടേത്? പുത്രധനാദികളെ തൻ്റേതെന്ന് ആർ കരുതുന്നുവോ അവൻ അവസാനം പശ്ചാത്തപിക്കാൻ ഇടവരും. വിരക്തി വന്ന സംസാരിയാണ് സുഖി ഇത്യാദി വചനങ്ങളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അദ്ദേഹം വനത്തിൽ പ്രവേശിച്ച് അവിടെ എല്ലാം ഉപേക്ഷിച്ച് ഭഗവത് കഥാമൃതം ആസ്വദിച്ച് അവസാനം ശാന്തിയോടെ ഭഗവത് പാതാരബിന്ദം പ്രാപിച്ചു. പിതാവിൻ്റെ അഭാവത്തിൽ ധുന്ധുകാരി മാതാവിനെ കൂടുതൽ ഉപദ്രവിച്ചു. പണത്തിനായി മാതാവിനെ ഹിംസിച്ചു. മാതാവിന് പൊറുക്കാൻ വയ്യാതായപ്പോൾ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഗോകർണന് നടുവിട്ടു. തീർത്ഥാടനത്തിന് പോയി. ധുന്ധുകാരി വേശ്യാസംസർഗത്തിൽ മുഴുകി 5 സ്ത്രീകളെ വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവർക്ക് വേണ്ടി എന്തും ചെയ്യാമെന്നായി. എവിടെയോ ചെന്ന് കുറേ ധനവും ആഭരണങ്ങളും കവർച്ച ചെയ്തു കൊണ്ടുവന്നു. പണം ധാരാളം വന്നപ്പോൾ അവർക്ക് ഭയമായി. ഇയാളെ പോലീസ് പിടിക്കും. അപ്പോൾ ഈ ധനവും പോകും. നാം അതിനു മുമ്പ് ഇയാളെ കൊന്ന് പണവും കൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചോടുന്നത് ഉചിതം എന്നവർ തമ്മിൽ പറഞ്ഞ് തീർച്ചയാക്കി. അവർ 5 പേരും ചേർന്ന് അയാൾ ഉറങ്ങുന്ന സമയത്തിൽ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊന്നു. പ്രാണം പോകാൻ സമയമെടുത്തപ്പോൾ അടുപ്പിലെ തീ വാരി മുഖത്തിട്ടു. അയാളുടെ മരണം ദ്രുതഗതിയിലാക്കി. അവിടെ ശവത്തെ കുഴിച്ചിട്ടു. യാതൊരു സ്ത്രീകളുടെ വാക്ക് അമൃതമയമായും കാമികൾക്ക് രസത്തെ വർദ്ധിപ്പിക്കുന്നതായും ഹൃദയം സുരേഖത്തി പോലെ മൂർച്ചയുള്ളതായും ഇരിക്കുന്നുവോ അവർക്ക് പ്രിയൻ ആരെങ്കിലുമുണ്ടോ? ഇത് കഴിഞ്ഞ് സ്ത്രീകൾ സ്ഥലം വിട്ടോടിപ്പോയി. ധുന്ധുകാരി മഹാപ്രേതമായി കാറ്റുരൂപത്തിൽ അലിഞ്ഞു കിടന്നു. ധുന്ധുകാരിയുടെ മരണവൃത്താന്തം ഗോകർണൻ അറിയാനിടയായി. അദ്ദേഹം തീർത്ഥങ്ങളെല്ലാം ദർശിച്ച് ധുന്ധുകാരിയുടെ സൽഗതിക്ക്
തർപ്പണം ചെയ്തു. ഗയയിൽ ശ്രാദ്ധം വിശേഷമായി നടത്തി. ധുന്തുകാരിക്ക് വേണ്ടതെല്ലാം ചെയ്തുവെന്ന് സമാധാനിച്ചു. ഒരു ദിവസം നാട്ടിലേക്ക് തിരിച്ചു വന്ന് താൻ ജനിച്ച വീട്ടിൽ പോയി. അത് തരിശ് ഭൂമിയായി കണ്ടു. രാത്രി അവിടെ മുറ്റത്ത് കിടന്നു. അർദ്ധരാത്രിയിൽ ഭയങ്കര ശബ്ദത്തോടെ ധുന്തുകാരിയുടെ പ്രേതം അവിടെ വന്നു. ഗോകർണൻ ഭയപ്പെട്ടില്ല. അത് അടുത്ത് വന്ന് പല ആംഗ്യങ്ങളും കാണിച്ചു. അദ്ദേഹം അപ്പോൾ ചോദിച്ചു, നീ ആർ? സംസാരിക്കാൻ അതിന് കഴിഞ്ഞില്ല. കമണ്ടലിൽ നിന്നും വെള്ളമെടുത്ത് പോഷണം ചെയ്തു. പ്രേതം അപ്പോൾ സംസാരിച്ചു. തൻ്റെ വൃത്താന്തം മുഴുവൻ പറഞ്ഞു. എന്നെ നീ രക്ഷിക്കണം. നീ തന്നെ എനിക്ക് ഗതി. ഗോകർണൻ പറഞ്ഞു, നിൻ്റെ മുക്തിക്കായി ഞാൻ തീർത്ഥയാത്ര ചെയ്തു. ഗയാശ്രാദ്ധം നടത്തി. മരിച്ചവർക്ക് മുക്തി നൽകുന്നു ഗയാശ്രാദ്ധം എന്ന് അത് ഗർജിക്കപ്പെടുന്നു. പിന്നെന്ത് പറ്റി നിനക്ക്? ആവട്ടെ, ഞാനതിന് പോംവഴി കണ്ടുപിടിക്കാം. പിറ്റേന്ന് തദ്ദേശവാസികളോട് ഈ സംഭവത്തെപ്പറ്റി പറഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്ന് അഭിപ്രായം ആരാഞ്ഞു. അവരുടെ നിർദ്ദേശപ്രകാരം വേദസ്വരൂപനായ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് യോഗപ്രഭാവത്താൽ സൂര്യഭഗവാന്റെ മാർഗഗതി തടസ്സം ചെയ്തു. സൂര്യൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഗോകർണൻ നമസ്കരിച്ച് തൻ്റെ ആവശ്യം ഉണർത്തിച്ചു. ഭഗവാൻ പറഞ്ഞു, ശ്രീമദ് ഭാഗവതം 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുക. അതിൽ ശ്രദ്ധിക്കുന്നവർക്ക് മുക്തി ലഭിക്കുമെന്ന്. ഗോകർണൻ ഭാഗവതം വായിക്കാൻ നല്ല ദിവസവും മുഹൂർത്തവും നോക്കി നിശ്ചയിച്ച് അവിടെ വെച്ച് തന്നെ വായിക്കാൻ തുടങ്ങി. ശ്രോതാക്കൾ ധാരാളം എത്തി. ഗോകർണൻ ഉത്കൃഷ്ട സ്ഥാനത്തിലിരുന്നു. അടുത്തു തന്നെ ധുന്തുകാരിയുടെ പ്രേതവും വന്ന് ഇരിപ്പുറപ്പിച്ചു. കഥ കേൾക്കാൻ ശ്രദ്ധായുക്തനായ ഒരു വിഷ്ണുഭക്തനെ നിശ്ചയിച്ചു. അടുത്തു തന്നെ ഇരുത്തി. ഉറക്കെ സ്പഷ്ടമായി വായിച്ചു. സന്ധ്യയ്ക്ക് വായന നിർത്തി. അപ്പോൾ അടുത്തുണ്ടായിരുന്ന മുളയുടെ കമ്പ് താനെ പൊട്ടി. ഇങ്ങനെ 7 ദിവസം വായിച്ചു. ദിവസം തോറും ഓരോ കമ്പ് പൊട്ടി. ആ മുളയിൽ ധുന്തുകാരിയുടെ പ്രേതം ഇരുന്നിരുന്നു പോയി. 7 ദിവസം വായന പൂർത്തിയായപ്പോൾ പ്രേതം ദിവ്യരൂപധാരിയായി കഴുത്തിൽ തുളസിമാല, ശ്യാമനിറം, കിരീടകുണ്ടലങ്ങൾ, പീതാംബരം ഇവയോട് കൂടിയതായിരുന്നു രൂപം. ആ രൂപം ഗോകർണനെ നമസ്കരിച്ച് തന്നെ മോചിപ്പിച്ചതിന് നന്ദി പറഞ്ഞു. അപ്പോൾ ദിവ്യപ്രഭയോട് കൂടിയ ഒരു വിമാനം അവിടെ എത്തി. അതിൽ ധുന്തുകാരി കയറിയിരുന്നു. ഗോകർണൻ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിഷ്ണുദൂതന്മാരോട് ചോദിച്ചു, എന്താണ് അദ്ദേഹത്തെ മാത്രം കൊണ്ടുപോകുന്നത്? ഞങ്ങൾ ആ പദവിക്ക് അർഹരല്ലേ എന്ന്. അവർ പറഞ്ഞു, അദ്ദേഹം ബദ്ധശ്രദ്ധനായി അന്നാഹാരം ഉപേക്ഷിച്ച് 7 ദിവസം ഉപവസിച്ചു. പ്രേതമായാലും അദ്ദേഹം പ്രഥമ ഗണനീയനായി. ഇനിയൊരു സപ്താഹം നടത്തൂ, നിങ്ങളെല്ലാവർക്കും അങ്ങോട്ട് വരാം. അവർ പറഞ്ഞ പ്രകാരം വീണ്ടും ചിങ്ങമാസത്തിൽ ഭാഗവതം വായിച്ചു. അവിടെയുള്ള സകല ജീവജാലങ്ങൾക്കും വൈകുണ്ഠ ദർശനം സിദ്ധിച്ചു. സനകാദികൾ ഇങ്ങനെ ധുന്തുകാരിയുടെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവർ പറഞ്ഞു, ഇതിനു പറ്റിയ മാസങ്ങൾ കന്നി, തുലാം, വൃശ്ചികം, ധനു, കർക്കിടകം, കുംഭം ഇവയാണ്. ദാരിദ്ര്യം, ക്ഷയരോഗം, നിർഭാഗ്യം ഇവയിൽ തപിക്കുന്നവരും പാപം ചെയ്തവരും സന്താനഹീനരും മോക്ഷേച്ഛുക്കളും വിശേഷാൽ കേൾക്കേണ്ടതാണ്. സ്ത്രീകളിൽ സമുചിതകാലത്ത് ഋതുവാകാത്തവർ, ഒന്ന് പ്രസവിച്ച് പിന്നെ ഗർഭം ധരിക്കാത്തവർ, പ്രസവം തീരെ ഇല്ലാത്തവർ, പ്രസവിക്കുന്ന കുട്ടികൾ മരിച്ചു പോകുന്ന സ്ഥിതിയുള്ളവർ, ഗർഭസ്രാവം ഉള്ളവർ മുതലായവരും വിശേഷമായി ശ്രവണത്തിന് പോകേണ്ടവരാണ്. മനസ്സിനെ ചലിപ്പിക്കാതെ ശ്രവണം ചെയ്യണം. അവസാനം ആചാര്യനെ വന്ദിച്ച് ദക്ഷിണ വയ്ക്കണം. ഇതെല്ലാം കേട്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ശക്തിയും പുഷ്ടിയും വർദ്ധിച്ചു. ഈ സന്ദർഭത്തിൽ ശ്രീ ശുകമഹർഷി അവിടെ എഴുന്നള്ളി. അദ്ദേഹം ഭാഗവത കീർത്തനം, ശ്രവണം ഇവയെപ്പറ്റി ശ്ലാഘിച്ചു സംസാരിച്ചു. അത് സകലാഭീഷ്ടപൂർത്തിയും മോക്ഷപദവിയും തരും എന്ന് ആവർത്തിച്ച് പറഞ്ഞു. പ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭഗവാൻ ശ്രീ ഹരി ആഗതനായി. ബ്രഹ്മാവ്, ശിവൻ, ഉദ്ധവർ, പ്രഹ്ലാദൻ, നാരദർ, അർജുനൻ, ഇന്ദ്രൻ, സനകാദികൾ, ശ്രീശുകൻ ഇവർ ചേർന്ന് ഭക്തിഗാനമേള നടത്തി. ഭഗവാൻ പ്രീതനായി. നാരദാദികളോട് വരം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. സപ്താഹശ്രവണന്മാരിൽ ശ്രീഹരി വസിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അത് സമ്മതിച്ച ഹരി പറഞ്ഞു, ദാരിദ്ര്യം, രോഗം, സംസാരക്ലേശം ഇവകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ മാത്രം മതി എന്ന് ഭാഗവതം ഉച്ചത്തിൽ ഗർജിക്കുന്നു. യമൻ തൻ്റെ അനുചരന്മാരോട് നിർദ്ദേശിച്ചു പോൽ ശ്രീ ഹരികഥയിൽ ആനന്ദിച്ചിരിക്കുന്നവരുടെ അടുക്കൽ അവർ പോകരുതെന്ന്. കാരണം തനിക്കവിടെ പ്രവേശനാധികാരം ഇല്ല എന്നതാണ്. ഈ ഭാഗവത മഹാത്മ്യം സശ്രദ്ധം പഠിക്കുക, ശ്രവിക്കുക, മറ്റുള്ളവരെ കേൾപ്പിക്കുക മുതലായവർ ആരായാലും അവരെല്ലാം ഭഗവത് പാദാരവിന്ദം അണയുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഭക്തിശ്രദ്ധയോടെ ഭഗവാനെ സേവിക്കണം. എന്നാൽ ഭഗവാൻ വേണ്ടത് ചെയ്യും. അനന്യാചിന്തയന്തോമാം യേജനാപര്യവാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. സപ്താഹം നടത്തേണ്ട ക്രമം കന്നി, തുലാം, വൃശ്ചികം, ധനു, കർക്കിടകം, ചിങ്ങം, കുംഭം ഇവ വിശേഷമാസങ്ങൾ. എന്നാൽ മകരം, മേടം ഇവ ഒഴികെ മറ്റു മാസങ്ങളിലും ആവാം. ഗ്രഹയുദ്ധങ്ങൾ വരുന്ന മാസങ്ങൾ ഒഴിവാക്കണം. ശ്രീഹരി ബ്രഹ്മാവിന് ഉപദേശിച്ചത് കന്നിയിലാണ്. ശ്രീനാരദർ വ്യാസർക്ക് വൃശ്ചികത്തിൽ, കാർത്തികയിൽ, വ്യാസൻ ശുകമഹർഷിക്ക് ധനുമാസത്തിൽ, ശുഗർ പരീക്ഷത്തിന് കുംഭത്തിൽ, കന്നിയിൽ പറഞ്ഞതായും പറയപ്പെടുന്നു. മേൽപ്പറഞ്ഞ മാസങ്ങൾ ഏറ്റവും വിശേഷമാണ്. ഗോകർണൻ കർക്കിടകത്തിലും ബ്രഹ്മപുത്രന്മാർ വൃശ്ചികത്തിലും പാരായണം ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ജ്ഞാനാരംഭത്തിന് കൊള്ളില്ല. നക്ഷത്രങ്ങൾ സ്ഥിരങ്ങളും മൃദുക്കളും ആയിരിക്കണം. സാധാരണ ശുക്ലനവമി മുതൽ പൗർണമി വരെയാണ് പതിവ്. വായിക്കുന്ന സ്ഥലത്തിൻ്റെ ഉപരിഭാഗത്ത് ഭാഗവത കഥ കേൾപ്പാൻ ബ്രഹ്മാദിദേവന്മാർ വന്നിരിക്കുന്നുണ്ടെന്ന് സങ്കല്പിച്ച് നമസ്കരിക്കണം.
കഥാരംഭത്തിൽ വിഘ്നേശ്വര പൂജയും കൃഷ്ണപൂജയും വേണം. 7-ാം ദിവസം അവസാനത്തിൽ പുരുഷ സൂക്തം കൊണ്ട് പൂജ, നാളികേര സമർപ്പണം, മൂലമന്ത്രമായ ഓം നമോ ഭഗവതേ വസുദേവായ എന്നത് കൂട്ടത്തോടെ ഉച്ചാരണം, ആചാര്യപൂജ, വിഷ്ണു സഹസ്രനാമോച്ചാരണം ഇവ വേണം. ബ്രാഹ്മണ ഭോജനം നല്ലതാണ്. വായനക്രമം: 1-ാം ദിവസം വരാഹാന്തം വരെ 3 സ്കന്ധം 19-ാം അധ്യായം വരെ. 2-ാം ദിവസം ഭരതാന്തം വരെ 5 സ്കന്ധം 14-ാം അധ്യായം വരെ. 3-ാം ദിവസം നൃസിംഹാന്തം വരെ 7 സ്കന്ധം 10-ാം അധ്യായം വരെ. 4-ാം ദിവസം വംശവർണ്ണന 8-9 സ്കന്ധങ്ങൾ. 5-ാം ദിവസം ഗുരുലീലാന്തം 10 സ്കന്ധം 45 അധ്യായം. 6-ാം ദിവസം ലീലാസമാപ്തം 10 സ്കന്ധം 90 ദശമം പൂർണ്ണം. 7-ാം ദിവസം ശുഖപൂജാന്തം 12 അവസാനം വരെ. കഥാകാലത്ത് എല്ലാവരും വ്രതം അനുഷ്ഠിക്കണം. വായിക്കുന്ന ആൾ പ്രത്യേകിച്ചും. കാലത്ത് 6 മണി മുതൽ ഉച്ചവരെ 2 നാഴിക ഉച്ചയ്ക്ക് വിശ്രമം. പിന്നീട് തുടരാം. ഗ്രന്ഥത്തെയും ആചാര്യനെയും പൂജിക്കണം.